to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Last class we discussed Garner versus Murray case and its decision. Today we are going to discuss a problem relating to Garner versus Murray case. Today's question is this: X, Y and Z were partners sharing profit and losses equally. Their balance sheet after the preparation of realization account on dissolution of the firm was as follows. Balance sheet ആണ് liabilities, assets, liability side, capital balance of X 12,000, Y 8,000. Then asset side, cash balance 8,000, Z capital 6,000, realization loss 6,000, total 20,000. Then paragraph, Z is insolvent and his private estate pays only rupees 5,000 of the amount due to the firm. Close capital account of partners if first condition, partnership deed state that the loss due to insolvency should be shared in the profit sharing ratio. B, nothing about it is stated in the deed. Okay, Miss. ഫസ്റ്റ് പാർട്ട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു, ടു പാർട്ടായിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഒന്ന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണെങ്കിൽ എങ്ങനെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ്. നമ്മൾ ഗാർണർ വേഴ്സസ് മൊറേ കേസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, സോൾവെന്റ് പാർട്ട്നേഴ്സ് റിയലൈസേഷൻ ലോസ്, അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ശ്രദ്ധിക്കണം, അതായത് നമ്മുടെ റിയലൈസേഷൻ ലോസ് ഓൾറെഡി കണ്ടുപിടിക്കുന്നു. ആ റിയലൈസേഷൻ സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ റിയലൈസേഷൻ ലോസ് അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പാർട്ട്, ഇൻസോൾവൻസി ലോസ് ഷെയർഡ് ഓൺ ദി ക്യാപിറ്റൽ റേഷ്യോ, ഓൺ ദി എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ, ദാറ്റ് ഈസ് ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ XYZ. ഓക്കെ, ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 12,000 8,000 ആസ് പെർ ദ ബാലൻസ് ഷീറ്റ് ആണ്. ടു ബാലൻസ് ബ്രോഡ് ഓൺ, ഇതും എന്താണ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ഡെബിറ്റ് ബാലൻസ് ആണ്. ആരുടെ? ഇസഡിന്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ബാലൻസ് എഴുതി. ഓക്കെ അല്ലേ? ദെൻ അത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് റിയലൈസേഷൻ ലോസ് 6,000 ആണ്. 6,000 നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യുന്നു ചോദിച്ചാൽ, അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്തു 2,000. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഗാർണർ വേഴ്സസ് മൊറേ കേസിൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇസഡ് ആണ് ഇൻസോൾവെന്റ് ആയത്. അപ്പം സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയ എക്സും വൈയും അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് ലോസ് കണ്ടോ, അവരുടെ ഷെയർ ഓഫ് ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പൊ വൈ ക്യാഷ് കണ്ടോ, അവരുടെ റിയലൈസേഷൻ ലോസ് കൊണ്ടുവന്നു. ആരൊക്കെയാണ്? എക്സും കൊണ്ടുവന്നു, വൈയും കൊണ്ടുവന്നു. ഓക്കെ, ഈ 5,000 എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇസഡ് അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി സെയിൽ ചെയ്തപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്ന എമൗണ്ട് ആണ് 5,000. അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന എമൗണ്ട് ആണ് 5,000. വേണമെങ്കിൽ ഒരു ബൈ ക്യാഷ് എന്നും കൂടെ എഴുതിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. നമുക്ക് ഇങ്ങനെ ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് ഇവിടെ ഇത് ഇട്ടിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 5,000 കാണിക്കാം. അപ്പൊ ആ ഡൗട്ട് അങ്ങ് പോകും. ഓക്കെ അല്ലേ? അപ്പം ഇത് റിയലൈസേഷൻ ലോസ് സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. അതാണ് 2,000. ഓക്കെ ആണല്ലോ? ദെൻ അടുത്തത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻസോൾവെന്റ് പാർട്ട്ണർ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാഷ് ആണ്, പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന ക്യാഷ് ആണ് 5,000 rupees. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ ആരുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ദാറ്റ് മീൻസ് ഇൻസോൾവെന്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം ബാലൻസ് ചെയ്യുക. 6,000 പ്ലസ് 2,000 8,000. നമ്മൾ 8,000 ടു സൈഡിൽ എഴുതി. 5,000 ആണ് അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 3,000 rupees ആണ് എന്തെന്ന് പറയുക, ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 8,000 മൈനസ് 5,000, 3,000 ആണ് ഡിഫറൻസ്. ഇവിടെ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഈ 3,000-നെ അതായത് എന്താണ്, ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 3,000 ആണ്. ഈ 3,000 എങ്ങനെ ബോൺ ചെയ്യണമെന്ന് പറയുന്നത്, ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിന്റെ ബേസിൽ എന്ത് ചെയ്തിരിക്കണം, അത് ഡിവൈഡ് ചെയ്യണമെന്നാണ്. അവർ ഷെയർ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ആരൊക്കെ? സോൾവെന്റ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യണം. അപ്പം ഇവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ ബാലൻസിനോടൊപ്പം അക്യുമുലേറ്റർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, അക്യുമുലേറ്റർ ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല, റിവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ അക്യുമുലേറ്റർ പ്രോഫിറ്റും അക്യുമുലേറ്റർ ലോസും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ്, ക്യാപിറ്റൽ ബാലൻസ് തന്നെ അവരുടെ റേഷ്യോ ആയിട്ട് എടുക്കുന്നു, ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കുന്നു. 12,000 ഈസ് ടു 8,000.
3 zeros അവോയ്ഡ് ചെയ്യുന്നു. 12:8 ദാറ്റ് ഈസ് 3:2 ആയിരിക്കും എന്തെന്ന് പറയാം ലാസ്റ്റ് എഗ്രിഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് എന്തെന്ന് പറയുക ക്യാപിറ്റൽ റേഷ്യോ. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 3000 ആണ്. അപ്പൊ 3000 × 3/5 അപ്പൊ എത്ര കിട്ടും ആദ്യത്തെ 1800 കിട്ടും അടുത്തെന്ന് പറയുന്നത് 1200 കിട്ടും കണ്ടോ. അങ്ങനെയാകുമ്പോ എക്സിന്റെ നേർക്ക് 1800 വൈക്ക് എത്രയാണ് 1200 വരും. അപ്പം ഇതില് നേരത്തെ ആയിരുന്നു 1500 ആയിട്ടായിരുന്നു ഈക്വൽ ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്ത്. ഇവിടെ അങ്ങനെയല്ല. എക്സ് എത്ര പോർഷൻ കൊണ്ടുവരണം 1800 റുപ്പീസ് ആര് ബോണ്ട് ചെയ്യണം എക്സ് ബോണ്ട് ചെയ്യണം. 1200 ആര് ബോണ്ട് ചെയ്താൽ മതി വൈ ബോണ്ട് ചെയ്താൽ മതി. ഓക്കെ അപ്പം ആ എമൗണ്ട് ഇവിടെ നമ്മൾ എഴുതുന്നു ട്രീസർ ക്യാപിറ്റൽ 1800 1200 കോൺട്രാക്റ്റ് എൻട്രി ആണ്. ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആസ് യൂഷ്വൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പൊ ഇത് കഴിഞ്ഞു ഇസഡിന്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ആരുടെ മാത്രം മതി എക്സും വൈയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇവിടെ 12,000 പ്ലസ് എത്രയാണ് 2000 അപ്പൊ എത്ര വരും 14,000 ആണ്. 12,000 പ്ലസ് 2,000 14,000 8,000 പ്ലസ് 2,000 10,000. അപ്പം ഇവിടെ 14,000 10,000 അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിന്റെ ബാലൻസ് ഫിഗർ കിട്ടുന്ന 10,200 അതുപോലെ വൈക്ക് കിട്ടുന്നത് 6,800 റുപ്പീസും ആണ്. ഓക്കെ ഇതാണ് എന്തെന്ന് പറയുക ഗാർണർ വേഴ്സസ് മൊറെ കേസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഒരു സെയിം പ്രോബ്ലം രണ്ട് രീതിയിലും ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നെന്ന് പറയുന്ന ഈ ക്യാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാഷ് ഈ 2000 അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇത് ഷെയർ ചെയ്ത് പ്രൊപ്പോർഷനിലും വ്യത്യാസമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ സെക്കൻഡ് പാർട്ടിന്റെ ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് question to balance brought on. That means 8,000 rupees cash balance given in the balance sheet ആണ്. Then he said bring rupees 5,000 from his private estate. അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് 5,000 rupees അയാൾ ബ്രിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എഴുതി. Then റിയലൈസേഷൻ ലോസ് ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. എത്ര രൂപയാണോ സോൾവെന്റ് പാർട്ട്നേഴ്സിന് റിയലൈസേഷൻ ലോസ് ഉള്ളത് അത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അതാണ് എക്സിന്റെ റിയലൈസേഷൻ ലോസ് 2000 ആണ് വൈയുടെ റിയലൈസേഷൻ ലോസ് 2000 ആണ്. ഇത് രണ്ടും അവർ ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇത്രയും റുപ്പീസ് നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഇനി അക്കൗണ്ട് ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത ഫിഗർ ആണ്. എക്സിന്റെ ക്യാപിറ്റൽ 10,200 എന്നുള്ളൊരു ബാലൻസിങ് ഫിഗർ ആയിരുന്നു അവിടെ കണ്ടത്. ആ ക്യാഷ് എഴുതി. അതുപോലെ വൈക്ക് കൊടുക്കേണ്ടത് 6,800 ആണ്. നോക്കിയേ നമുക്ക് 17,000 രൂപ നമ്മൾ 17,000 റുപ്പീസ് വെച്ചിട്ട് ടാലിയായി നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ടാലിയായി. ഓക്കെ ഇതാണ് എന്തെന്ന് പറയുക നമ്മൾ രണ്ട് രീതിയിലും ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു രണ്ട് രീതിയിലും ചെയ്തു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണെങ്കിൽ എങ്ങനെയാണ് ഗാർണർ വേഴ്സസ് മൊറെ കേസ് ആണെങ്കിൽ എങ്ങനെയാണ് രണ്ടിന്റെ വ്യത്യാസം ശ്രദ്ധിച്ചോളുക. ഗാർണർ വേഴ്സസ് മൊറെ കേസിൽ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അതുപോലെ ഡെഫിഷ്യൻസി ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്നത് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കണം. ഡിയർ സ്റ്റുഡൻസ് വാച്ച് ദ വീഡിയോ കെയർഫുള്ളി. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം.